വിശദമായ വാർത്തകൾ നോക്കാം. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 15 പേർക്ക് പരുക്ക്. പാപനാശം തീരത്തെ പാലത്തിന്റെ പകുതി ഭാഗമാണ് ശക്തമായ തിരയിൽ തകർന്നത്. ഒരു കാര്യം ചെയ്തു. വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ അടുത്താണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. വലിയ അഭിമാനത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് തകർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല 15ഓളം പേർക്ക് പരിക്കുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? മാസങ്ങൾക്ക് മുമ്പ് വർക്കലയിൽ ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് തകർന്നത്. ജില്ലയിൽ ആദ്യത്തെ അത്തരത്തിലുള്ളൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത്. വിനോദസഞ്ചാര വകുപ്പിന്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്പസമയം മുമ്പാണ് പൂർണ്ണമായി തകർന്നത്. അനുവദനീയമായതും കൂടുതൽ ആളുകൾ ഒരേ സമയം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയതാണ് തകരാൻ കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആളുകൾ 100-ലധികം ആളുകൾ ഒരേ സമയം ഇതിൽ കയറുകയായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ആളുകൾ കയറുന്നതിന് നിയന്ത്രണമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, കൂടുതൽ ആളുകൾ കയറി. അവിടെ നിയന്ത്രിക്കാൻ ആളില്ലായിരുന്ന കാര്യത്തിനെ കുറിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. 15 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ വർക്കല താലൂക്ക് ആശുപത്രിയിലും വർക്കല SN മിഷൻ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില കുറച്ച് മോശമാണ്, ഗുരുതരമാണ്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീവിദ്യ എന്നയാളെയും നാദിറ, ഋഷഭ് എന്നിവരെയുമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബാക്കിയുള്ളവരുടെ നില ഗുരുതരമല്ല, ബാക്കിയുള്ളവർ കാര്യമായ പരിക്കില്ല. അവർ ഇപ്പോൾ വർക്കലയിലെ 2 ആശുപത്രികളിലായാണ്, സർക്കാർ ആശുപത്രി, ഒരു SN മിഷൻ ആശുപത്രിയിലുമായാണ് ഉള്ളത്. ശരി. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 15 പേർക്ക് പരുക്ക്. പാപനാശം തീരത്തെ പാലത്തിന്റെ പകുതി ഭാഗമാണ് ശക്തമായ തിരയിൽ തകർന്നത്. ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇന്നൊരു അപകടം നടന്നു. അതിന്റെ റോപ്പ് പൊട്ടിയിട്ട് 10-25ഓളം പേര് കടലിലോട്ട് പതിച്ചു. വളരെ അതിലത് 6 പേര് ഇപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അതിനകത്ത് ഒരാൾ ഇത്തിരി സീരിയസ് ആയിട്ട് ESI ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഉച്ച മുതൽ ഈ വർക്കല കടൽ തീരത്ത് നമ്മുടെ ലൈഫ് ഗാർഡുകൾ പറയുന്നത് അവിടെ അമിതമായ തിര ഉണ്ടായിരുന്നതാണ് ഇന്ന് ഉച്ച മുതൽ. എന്നിട്ട് പോലും ഇവരത് ഓപ്പറേറ്റ് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് പറയുന്നത്. ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടായത് ഇത്രയും വലിയൊരു അപകടം വന്നത്. എന്തായാലും കാഷ്വാലിറ്റി ഇതുവരെ ഇല്ല, മറ്റ് ജീവഹാനി ആർക്കും സംഭവിച്ചില്ല, അത് ഭാഗ്യം. പക്ഷേ എന്തായാലും ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ആ ഒരു സിസ്റ്റം പോയത് വളരെ ദയനീയമാണ്. നമുക്കറിയാം, ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരുപാട് പേരെ കയറാനൊക്കെ ആഗ്രഹിച്ച് വന്ന് ഒരുപാട് പേര് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അതിൻ്റെ സേഫ്റ്റി ഇത്രയും കുറവാണ് എന്ന് മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ഈ ഒരു പ്രശ്നം ഇത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റുള്ള തീരുമാനം അനുസരിച്ചാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്നും അതിന് അവരെല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടുണ്ടെന്നാണ് അന്ന് മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പം കൗൺസിൽ വന്നത്, ചെയർമാൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും അന്നേ തന്നെ ഈ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഇത്രയും സേഫ്റ്റി ഉണ്ടോ, അതിങ്ങനെ ഒരു വലിയ സംഭവം നടക്കുമ്പോൾ അതിന് വേണ്ട സേഫ്റ്റി വർക്കല നമ്മുടെ ഇതിനുണ്ടോ എന്നുള്ള അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചു. പക്ഷേ അത് ഭാഗ്യം കൊണ്ട് വളരെ ഒരു ദുരന്തം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. കാര്യം നമുക്കറിയാം, ഈ ശോഭിച്ച് കിടക്കുന്ന കടലിൽ ആണ് വർക്കല ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നെന്ന് പറയുന്നു, ഈ ലൈഫ് ഗാർഡുകൾ പറയുന്നതനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ അടിയൊഴുക്കൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഈ നമ്മുടെ സഹോദരന്മാരെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന, കടലിൽ കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല. പക്ഷേ അതൊക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് പലരും ഇവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നമ്മൾ എടുക്കാതെ ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും മറ്റു കാര്യങ്ങളും സാഹസികമായിട്ടുള്ളതൊക്കെ നടത്തുമ്പോൾ അതിനുള്ള സേഫ്റ്റി ഉണ്ടാവണം. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ വർക്കല അറിയാമല്ലോ, വർക്കല ടൂറിസം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ അവിടെ വരും കാലങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ ടൂറിസത്തെ ബാധിക്കും. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ പാരാഗ്ലൈഡിങ്, ഒരു വർഷം മുമ്പ് പാരാഗ്ലൈഡിങ് നടത്തി വലിയൊരു അപകടത്തിൽ നിന്ന് 2 പേര് രക്ഷപ്പെട്ടതാണ്.
പി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ടൂറിസം രംഗത്ത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ ആരംഭിച്ചത്. ഇപ്പോൾ ഇത് തകർന്ന സാഹചര്യത്തിൽ ഇതിന്റെ സുരക്ഷ അത് എത്രമാത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു പ്രാധാന്യം ഇതിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊരു ചോദ്യമൊക്കെ അവശേഷിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അത് അധികൃതർ തന്നെ നൽകിയേ മതിയാകൂ. അതോടൊപ്പം തന്നെ ഈ 15 പേർക്കോളം പരിക്കുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? വലിയ പരുക്കാണോ ഏറ്റത്? ബ്രിഡ്ജിന്റെ സുരക്ഷ എത്രത്തോളം ശക്തമായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്വാഭാവികമായി ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും 15 പേർക്കാണ് പരിക്ക്. അതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ നില കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ഗുരുതരമായ പരിക്കല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഇത്രയധികം ആളുകൾ എങ്ങനെ കയറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഓരോ സമയം എത്ര പേർ കയറണം എന്നുള്ളതൊക്കെ കൃത്യമായി നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടതാണ്. അത് മറികടന്നുകൊണ്ട് 100 കണക്കിന് ആളുകൾ ബ്രിഡ്ജിൽ ഒരേ സമയം കയറിയ കടലിൽ ഉള്ള ബ്രിഡ്ജാണ്. സ്വാഭാവികമായും അതിലെങ്ങനെ ഇത്രയധികം ആൾ ഒരേ സമയം കയറി എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇവിടേക്ക് ആളുകളെ കയറ്റിവിടാൻ നിയോഗിക്കപ്പെട്ട ആളുകളൊക്കെ ഈ എങ്ങനെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഒരേ സമയം കയറാൻ അനുവദിച്ചു എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. വൈകുന്നേരമായതുകൊണ്ട് തന്നെ നല്ല ആൾത്തിരക്ക് വർക്കല തീരത്ത് പൊതുവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൽ കയറാനും നിരവധി ആളുകൾ എത്തിയിരുന്നു. അവരെ ഒരുമിച്ച് കയറ്റിവിട്ടതാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണം. അത് ആരാണ് അതിന് അനുമതി നൽകിയത് എന്ന കാര്യത്തിലാകും ഇനി സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാകുക. ഏതായാലും ഈ അപകടം നടന്ന സ്ഥലത്തേക്കും അതുപോലെ തന്നെ വർക്കല ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്കും ഒക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട്. സ്വാഭാവികമായും അന്വേഷണവും വൈകാതെ ആരംഭിക്കും. തീർച്ചയായും വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന 15 പേർക്ക് പരുക്ക്. പാപനാശം തീരത്തെ പാലത്തിന്റെ പകുതി ഭാഗമാണ് ശക്തമായ തിരയിൽ തകർന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി ടൂറിസം രംഗത്ത് അവതരിപ്പിച്ചൊരു പദ്ധതി കൂടിയായിരുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അവിടെയാണ് ഇപ്പോൾ വലിയ സുരക്ഷാ വീഴ്ച എന്ന് തന്നെ എടുത്തു പറയണം. സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് കാരണം 15ഓളം പേർക്കാണ് ഇപ്പോൾ അപകടം പറ്റിയിരിക്കുന്നത്. പരിധിയിൽ കവിഞ്ഞ ആളുകളെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറ്റി എന്നാണ് നിലവിൽ അരുൺ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതാണ് അപകടത്തിലേക്ക് നയിച്ചത്. ആരാണ് ഇത്രമാത്രം ആളുകളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ അനുമതി നൽകിയത്? അവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലേ? ഏതുതരം സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നുള്ള ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ നേരത്തെ ഈ വാർത്തയിൽ പ്രതികരണം തേടിയിരുന്നു. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന 15 പേർക്ക് പരുക്ക്. പാപനാശം തീരത്തെ പാലത്തിന്റെ പകുതി ഭാഗമാണ് ശക്തമായ തിരയിൽ തകർന്നത്. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരിക്കുന്നു. ഈ ബ്രിഡ്ജ് തകർന്നതുമായി ബന്ധപ്പെട്ട് 15 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഭവ്യ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് തകർന്നത്. ഇവിടെയാണ്, ഈ ഭാഗമാണ് പൊളിഞ്ഞ് വീണത്. ഇവിടെ ഇതിന്റെ കൈവരിയാണ് പൊളിഞ്ഞു വീണത്. ഈ ഭാഗത്താണ് ആളുകൾ താഴേക്ക് പോയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കാണുന്ന വെള്ളത്തിൽ കിടക്കുന്ന ഭാഗം, ഇതിന്റെ കൈവരിയുടെ ഈ ഭാഗമാണ് പൊളിഞ്ഞ് വെള്ളത്തിലേക്ക് പോയത്. അവിടെ നിന്നാണ് ആളുകൾ വെള്ളത്തിൽ വീണത്. 15ഓളം പേർക്ക് പരിക്കേറ്റു. നമുക്കറിയാം നേരത്തെ തന്നെ വളരെ ശ്രദ്ധ നേടിയ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബ്രിഡ്ജ്. ഇത് തകർന്ന് വീഴുക. നമുക്കറിയാം ശക്തമായ തിരമാലയുണ്ട്. തിരമാലയിൽ ഈ ബ്രിഡ്ജ് ഉയർന്ന് പൊങ്ങുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗം പൊളിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. 4 പേർക്ക് ഗുരുതര പരിക്കുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ 4 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ശക്തമായ തിരമാല ഇവിടെയുണ്ട്. ഇവിടെ സാധാരണഗതിയിൽ ആളുകളെ കയറ്റിവിടുന്നതിന് നിയന്ത്രണമുണ്ട്. ഒരുപാട് ആളുകളെ ഒരേ സമയം ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. പക്ഷേ അനുവദനീയമായതിലും അധികം ആളുകൾ ഇവിടേക്ക് കടന്നു വന്നതാണ് ബ്രിഡ്ജ് തകരാനുള്ള കാരണമായി പറയുന്നത്. ഇപ്പോഴും ഈ ഭാഗം നമുക്ക് കാണാം കുറച്ച് അപകടകരമായ അവസ്ഥയിൽ. ഈ ഭാഗത്തുനിന്ന് ഇതിന്റെ കൈവരികൾ, ഇതുപോലുള്ള കൈവരിയാണ് ഇളകി മാറിയത്. ഒരുപക്ഷെ ഇതിൽ പിടിച്ചിരുന്ന ആളുകളാകാം വെള്ളത്തിലേക്ക് വീണ്. ഇവിടെ ഇതിന്റെ റോപ്പും കയറുമൊക്കെ വെള്ളത്തിൽ തിരയിൽ കിടക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഒരു ഭാഗം പൂർണ്ണമായും അടർന്ന്
മാറുകയായിരുന്നു. അവിടെയാണ് ആളുകൾ വീണത്. അവിടെ നിന്ന് ആളുകളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴും ഇവിടെ നിരവധി ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് എത്തുന്നുണ്ട്. അപകട മേഖലയാണെങ്കിൽ പോലും നിരവധി ആളുകൾ ഇപ്പോഴും ഈ ബ്രിഡ്ജിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഇവിടേക്ക് കയറിയത് എന്നാണ് അന്വേഷണം സ്വാഭാവികമായും ഉണ്ടായത്. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അദ്ദേഹം ഇവിടെ ഈ അക്കരെ ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ അദ്ദേഹവും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ ഈ ഭാഗത്ത് ഉണ്ട്. നമുക്ക് വലിയ തിരക്കുള്ള ദിവസമാണ്, ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന്റേതായ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഈ അപകടം കണ്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നഗരസഭാ ചെയർമാൻ അടക്കമുള്ള എന്താണ് ശരിക്കും സംഭവിച്ചത് ഇവിടെ? ഹലോ, സെക്രട്ടറി അല്ലേ? ഞാൻ ചെയർമാനാണ്. നമ്മുടെ ഇപ്പൊ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ ഇതിന്റെ ഇത് നടത്തിക്കൊണ്ടിരുന്ന ഏജൻസിയുമായി കോണ്ടാക്ട് ചെയ്തു. അവരാരെയും കാണുന്നില്ലല്ലോ ഇവിടെ. നമ്മളിപ്പോ നിർത്തിവെക്കുക, എന്നിട്ട് ഒന്ന് പരിശോധിക്കുക. കൂടുതൽ വരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ അത് നടത്താനും പാടില്ല. അപ്പൊ അവരാ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏജൻസി വരുന്ന ആളുകൾക്കല്ലേ അത് വേണ്ട രീതിയിലുള്ള തരമല്ലാതെ കയറി വന്നപ്പോഴാണ് ഈ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത്. വലിയ പരിക്കുണ്ടായില്ലെങ്കിലും നമുക്ക് നേരത്തെ സ്റ്റഡീഡ് ആണെങ്കിൽ അത്രയും വരില്ലായിരുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ തിരമാല കുറച്ച് ദിവസമായിട്ട് വയലന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് നടത്താൻ പാടില്ല. അപ്പൊ അവർക്ക് ഡയറക്ഷൻ കൊടുക്കുക, തൽക്കാലം നിർത്തിവെക്കുക. ആള് കയറി പോകുന്ന നോക്കാൻ ആളില്ലായിരുന്നു. അവരിന്നും ഉണ്ടായിരുന്നല്ലോ, ഈ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഏജൻസിയിൽ. അവര് ടിക്കറ്റ് കൊടുത്തു തന്നെയല്ലോ പ്രവേശിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഈ ആളുകൾ കൂടുതൽ കയറുന്ന എങ്ങനെ? പിന്നെ ഇന്നത്തെ ദിവസം ഏകദേശം 15-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മിനിമം 50 പേർക്ക് കയറാൻ പറ്റും ഒരു ദിവസം, ഒരു സമയത്ത് 50 പേർക്ക് കയറാം. പിന്നെ തകർന്ന ആള് കൂടുതൽ കയറിയുണ്ടല്ലോ. അപ്പോഴും കൂടുതൽ കയറിയുണ്ടല്ലോ. നാളെ വാവാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് തിരമാല കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചത്. ഈ ആളുകൾ കൂടുതൽ കയറിയോണ്ടല്ല, ഈ തിരമാല ശക്തി കൊണ്ടോ? ഇതില് വന്നത് ഇവര് പോകുന്ന നമ്മുടെ ഈ പിന്നെ കയറ് കെട്ടി ഒരു പില്ലറും സ്ഥാപിച്ചുകൊണ്ട് എപ്പോഴും തിരമാലയുടെ സഞ്ചാരമനുസരിച്ച് പോകുന്നതാണ്. ഇപ്പോ പെട്ടെന്ന് വന്ന തിരയുടെ കയറ്റത്തിൽ ആളും ഈ റോപ്പുമായിട്ട് മറിഞ്ഞു വന്നതല്ല. ഒരു 10-15 പേരാണ് അതിൽ പെട്ടിട്ടുള്ളത്. എന്നാലും ഗുരുതരമായി ആപത്തൊന്നും പറ്റാതിരുന്നത് ഭാഗ്യമായി. അവരെല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1-2 ചെറിയ ഫ്രാക്ചറും മറ്റു കാര്യമൊക്കെ ഉള്ളൂ. അല്ല, ഗുരുതരമായ പരിക്കില്ല. ഈ തിരമാല സ്വാഭാവികമായിട്ടും ഓരോ സമയം ഓരോ ശക്തിയായിരിക്കും. നമ്മളിപ്പോ ഒരു ഒക്ടോബർ മുതൽ ഡിസംബർ, ജനുവരി വരെ വരുന്ന സമയത്ത് തിരമാലകളുടെ വലിയ ഫ്ലോ വരാത്തൊരു സമയമാണ്. അപ്പൊ കുറച്ചുകൂടി സഞ്ചാരത്തിന് സുഖമാണ്. ഇപ്പോ തിരമാല കുറച്ചുകൂടി വയലന്റായി തുടങ്ങിയിരിക്കുന്നു. ഏജൻസി തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ആളുകളെ കയറ്റുന്നത് നല്ല പഠനവും നല്ല രീതിയിൽ ബോധമല്ലാതെ കുട്ടികളടക്കമുള്ളവരെയൊക്കെ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. നേരത്തെ ആ രീതിയിലുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും എണ്ണം കുറച്ചും ഇപ്പോഴും ആളുകളുണ്ട് അവിടെ. ആളുകള് ഇപ്പൊ കുട്ടികള് ചെറുപ്പക്കാർക്കെല്ലാം ഈ അഡ്വഞ്ചർ ടൂറിസവും കാര്യത്തിൽ കൂടുതൽ ആകർഷകരാണ്. അതിന്റെ ഭാഗമായി വരുന്നത് ഇവർക്ക് നിർത്തിവെക്കണം. അതാണ് പറയുന്നത്. അത് അപ്പോൾ എന്റെ പേര് ഷാൻ എന്നാണ്. ഇത് നിർത്താൻ പാടില്ല, നിർത്തിവെക്കണം. അങ്ങനെയുള്ള സമയത്ത് കൊടുക്കേണ്ടതാണ് പറയുന്നത്. അതിന് തിരമാലകൾ ഇന്ന് കുറച്ച് ശക്തമായിരുന്നു. ഈ ദിവസങ്ങളിൽ ശക്തമായ തിരമാല ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായതാണ്. 15 പേർ മാത്രമാണ് ഉണ്ടായത്. ബ്രിഡ്ജാണ് എന്നാണ് പറയുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾ കയറിയതെല്ലാം മറിച്ച് തിരമാലകളുടെ ശക്തി കൂടിയതാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണമെന്ന അഭിപ്രായമാണ് ഈ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇവിടെ എത്തി. അദ്ദേഹം കാര്യങ്ങൾ കണ്ട ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് കൂടി പോകാനാണ് പ്രതീക്ഷിക്കുന്നത്. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, ലോകം മുഴുവൻ പ്രചാരം നേടിയിട്ടുള്ള ഒരു ടൂറിസം മേഖലയാണ്. പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങളിലും മറ്റു പ്രദേശങ്ങളിൽ സാഹസികത ടൂറിസം എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുന്ന ടൂറിസം അല്ല. സാഹസിക ടൂറിസത്തിന്റെ അർത്ഥം എന്തു വേണമെങ്കിലും ആവാന്നല്ല. പകരം നിങ്ങൾ ധൈര്യത്തോടുകൂടി പോകാം, പക്ഷെ നിങ്ങളുടെ ജീവൻ ഞങ്ങൾ സുരക്ഷിതമായിട്ട് കാത്തുസൂക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ടൂറിസം
എന്ന് പറയുന്ന ഈ അഡ്വഞ്ചർ ടൂറിസം നടക്കുന്നത്. നമ്മുടെ ഇപ്പോ ഇവിടെ കണ്ടതാണെങ്കിൽ ഈ അഡ്വഞ്ചർ മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്നതാണ്. അങ്ങനെയല്ല അഡ്വഞ്ചർ ടൂറിസം നടത്തേണ്ടത്. അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള ടൂറിസം മന്ത്രി മനസ്സിലാക്കേണ്ടത്, ടൂറിസം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ടൂറിസം എന്നുള്ള ഒരു കാര്യം കൂടി ടൂറിസത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയണം. ഇതിലെ മിനിസ്റ്റർ വളരെ പ്രധാനം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നോക്കണം, 1. 2, ഈ കയറുകളൊക്കെ ബലമുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം. ഇതിൽ അങ്ങനെയെങ്കിൽ നിരന്തരമായി പരിശോധിക്കുന്നതിൽ ഒരു വീഴ്ച വന്നിട്ടില്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ തിരമാലകളുടെ ശക്തി മാർച്ച് മാസമാണ്. മാർച്ച് മാസത്തിലെ തിരമാലയുടെ ശക്തി ആയിരിക്കില്ല ഒരുപക്ഷെ ജൂൺ മാസത്തിലെ തിരമാലയുടെ ശക്തി. അപ്പോൾ ഓരോ കാലാവസ്ഥയിലും ഓരോ കാലഘട്ടത്തിലും ഓരോ മാസത്തിലും എത്ര ശക്തിയിലാണ് തിരമാലകൾ വരുന്നത്. രാവിലത്തെ ശക്തിയായിരിക്കില്ല വൈകുന്നേരം. വേലിയേറ്റ സമയത്തും വേലി ഇറക്ക സമയത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കടൽ പെരുമാറുന്നത്. ഇതെല്ലാം പരിഗണിക്കുകയും കൃത്യമായി ഉള്ള ഇടവേളകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ 22 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. റെയിൽവേ അപകടം നടന്നാൽ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ഇതുപോലത്തെ അപകടം നടക്കുമ്പോൾ ആ അപകടത്തിന് പിന്നിലുള്ള അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ എന്നുള്ള സമീപനം, ആ സമീപനമായിട്ട് ആവശ്യപ്പെട്ടു. അത് വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേറ്റു. ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തിരമാല ശക്തമായി വീണ്ടും അടിച്ചതോടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായിരുന്നവർ കടലിലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വി വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്